വെൽക്കം ബാക്ക് ടു ഈറ്റ്സ് ആൻഡ് ഔട്ട്ഡോർസ്. അപ്പോൾ ഇന്ന് ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ദം ബിരിയാണിയാണ്. ഞാനിത് ചിക്കനിലാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പം ഈ രീതിയിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ എപ്പോഴും ബിരിയാണി വെക്കുന്നത്, ദം ചെയ്യുന്നത്. അപ്പം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ ഒന്ന് വീഡിയോ എടുത്ത് ഇടാം എന്നുള്ളത്. പിന്നെ പെരുന്നാളും ഒക്കെ വരികയല്ലേ, അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാനിവിടെ 2 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 4 ടീസ്പൂണോളം തൈര്, അതേപോലെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഉള്ളി ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു 5-6 കഷ്ണം പച്ചമുളക്, 8 ഗാർലിക്ക്, അതേപോലെ 3 കഷ്ണം ഇഞ്ചി, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും അതേപോലെ ചോറിനും കൂടെ കണക്കാക്കിയാണ് ഇത്രയും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പകുതിയിൽ കൂടുതൽ വേണം നമുക്ക് ചിക്കന് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിനകത്തോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ജിഞ്ചർ ഗാർലിക്കും പച്ചമുളകും കൂടെ ഉള്ള ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതിയിൽ കൂടുതൽ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് സവോള ഇട്ട് കൊടുക്കുക. ഞാനൊരു 8 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാണ്ട് ഈ പരുവത്തിൽ എത്തുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഞാനൊരു 8 ടീസ്പൂണോളം ബിരിയാണി മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന, അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഇനിയും ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. അപ്പം ഞാനൊരു 4 ചെറിയ തക്കാളി അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് ഇത് വെന്തോളും. അത് മാത്രമല്ല ഈ ചിക്കൻ ഒരുപാട് അങ്ങ് വെന്ത് ഉടയേണ്ട കാര്യമില്ല, കാരണം ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പരുവത്തിന് വെന്ത് വന്നാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ചിക്കൻ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്ന മെയിൻ സാധനം എന്ന് പറയുന്നത് ഉള്ളി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിനകത്തൊന്ന് പകുതി എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ച് ചെറിയ തീയിലൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുക. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതിയാകും. അപ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി അത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. ഒരുവിധം ഒന്ന് വെന്ത് കെട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി അടികെട്ടിലുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഹോൾ സ്പൈസസ് ആണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് പട്ടയുണ്ട്, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, അതേപോലെ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കുരുമുളക്, പിന്നെ സ്റ്റാർ അനൈസ്, ഇത്രയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, അതേപോലെ വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ ഒരു സവോളയും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരി ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതായത് 4 ഗ്ലാസ്, ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ വെച്ച് വറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് കണക്കിന് വെള്ളം കണക്കാക്കി 8 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടുന്ന സൗണ്ട് കേൾക്കണം. ഇട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ആ പൊട്ടുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കിതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ കറിയിൽ നിന്ന് കുറച്ച് ചാറെടുത്ത് ഈ വെള്ളത്തിനകത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ അരി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ മുകൾ ഭാഗത്ത് ഇങ്ങനെ സീൽ ചെയ്ത് പോവുക. ഇടയ്ക്ക് ഇങ്ങനെ തല്ലിപ്പൊത്തി വെച്ചിട്ട് വീണ്ടും അടിയിൽ നിന്ന് ഇളക്കി മുകളിൽ കൊണ്ടുവന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാം. അപ്പം ഈ ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ്റെ, അതായത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ കറി ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ആ ഉള്ളിയും, അതേപോലെ മല്ലിയില, പുതിനയില, പിന്നെ കാഷ്യൂനട്ട്, കിസ്മിസ്, ഇത്രയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ലെയർ. ഇനി അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും അടുത്ത ലെയർ ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം
ഇതേപോലെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളറോ എസൻസോ ഒക്കെ ചേർക്കാം. പക്ഷേ ഇതിനകത്ത് കളറും എസൻസും ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പം ഞാനൊരു 30 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലാണ് ദം ചെയ്യുന്നത്. അടച്ചു വെച്ചിട്ട് ഒന്ന് ദം ചെയ്യുക. വേറെ സീലിങ്ങോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഇതിൻ്റെ മണ്ടയ്ക്ക് ഈ അടപ്പിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം ഇത് എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത്, അതായത് കുറച്ച് ചോറും അതേപോലെ കുറച്ച് മസാലയും കൂടെ അങ്ങനെ കണക്കാക്കിയാണ് ഇത് ഒരു സൈഡിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ടങ്ങ് ആദ്യമേ ഇളക്കരുത്. അപ്പം ഇത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ബിരിയാണി ആണിത്. ഇതിനകത്ത് എന്താണ് പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ ബിരിയാണി എസൻസോ കളറോ ഫുഡ് കളറോ ഒന്നും ചേരുന്നില്ല. നല്ല ടേസ്റ്റാണ്. അപ്പം ഇതേപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്